നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് USSന് ചോദിക്കാനിടയുള്ള മലയാളം സെക്കൻഡിലെ, അതായത് അടിസ്ഥാന പാഠാവലിയിലെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയുടെ താഴത്ത് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു, മലയാളം സെക്കൻഡ് അതോടൊപ്പം മലയാളം ചോദ്യങ്ങൾ വ്യത്യസ്തമായ വീഡിയോ ആക്കി തയ്യാറാക്കണേ എന്നുള്ളത് ഒരു അഭ്യർത്ഥന പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ അടിസ്ഥാന പാഠാവലിയിലെ ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. കേളി കൊട്ടുക എന്ന ശൈലിയുടെ ആശയം എന്ത്? കേളി കൊട്ടുക എന്ന ശൈലിയുടെ ആശയം എന്ത്? ഓപ്ഷൻ എ ഉണരുക, ബി ചെണ്ട കൊട്ടുക, സി അവസാനിപ്പിക്കുക, ഡി ആരംഭം കുറിക്കുക. കേളികൊട്ടൽ അല്ലേ, നമ്മൾ പഠിച്ച ഒരു ശൈലിയാണ്. എന്താണ് ശരിയായ ഉത്തരം? യെസ്, ഉത്തരം ഓപ്ഷൻ ഡി ആരംഭം കുറിക്കുക. ഓക്കെ, കേളികൊട്ടി ആരംഭം കുറിക്കുക. കേളി കൊട്ടുക എന്ന് പറഞ്ഞാൽ ആരംഭം കുറിക്കുക എന്നതാണ് ശരിയായ അർത്ഥം. ഓക്കെ, ദെൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പാദപങ്കജം. പാദപങ്കജം ഈ ഒരു വാക്ക് വിഗ്രഹിച്ചെഴുതിയാൽ അല്ലേ, കട്ട് ചെയ്ത് വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? നോക്കാം ഓപ്ഷൻസ്. ഓപ്ഷൻ എ പാദത്തിന്റെ പങ്കജം, ബി പങ്കജം പോലുള്ള പാദം, സി പാദമാകുന്ന പങ്കജം, ഡി പാദം പോലുള്ള പങ്കജം. ഇതിൽ പാദപങ്കജം എന്ന വാക്ക് വിഗ്രഹിച്ചാൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? തീർച്ചയായും ഓപ്ഷൻ സി പാദമാകുന്ന പങ്കജം. ഓക്കെ, പാദപങ്കജം എന്ന് പറഞ്ഞാൽ പാദമാകുന്ന പങ്കജം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏത്? 4 ഭാഷകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ മലയാളം, ബി തമിഴ്, സി സംസ്കൃതം, ഡി കന്നഡ. ഇതിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതാണ്? തീർച്ചയായും ഉത്തരം ഓപ്ഷൻ ബി തമിഴിനാണ് എന്ത് ചെയ്തത്? യെസ്, ക്ലാസിക്കൽ പദവി ലഭിച്ചത്. ആദ്യമായിട്ട് ക്ലാസിക്കൽ പദവി ലഭിച്ചത് തമിഴ് ഭാഷയ്ക്കാണ്. ദെൻ പൂങ്കുല എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? ഓപ്ഷൻ എ പൂ പ്ലസ് കുല, ബി പൂം പ്ലസ് കുല, സി പൂവ് അധികം കുല, ഡി പൂക്കൾ അധികം കുല. ഓക്കെ, ഇതിൽ പൂങ്കുല എന്നുള്ള പദം പിരിച്ചെഴുതിയാൽ തീർച്ചയായും ഓപ്ഷൻ ബി പൂം പ്ലസ് കുല. ഓക്കെ, പൂം പ്ലസ് കുലയാണ് പൂങ്കുല എന്ന പദം. ദെൻ അടുത്തത് ഒരു വ്യത്യസ്തമായ ചോദ്യമാണ്, സൂചനകളിൽ നിന്ന് സാഹിത്യകാരനെ കണ്ടെത്താമോ? ഓക്കെ, 4ഓളം സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾ ആ ഒരു സാഹിത്യകാരനെ കണ്ടെത്തുകയാണ് ചോദ്യം. 1 കുറ്റിപ്പുറത്ത് ജനിച്ചു, 2 വക്കീൽ ഗുമസ്തനായി ജോലി നോക്കി, 3 ശക്തിയുടെ കവി എന്നറിയപ്പെട്ടു, 4 കാവിലെ പാട്ട് എന്ന കൃതി രചിച്ചു. ഓക്കെ, ഇതിൽ കാവിലെ പാട്ട് എന്ന കൃതി മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ഇത് നമ്മൾ പരിചയപ്പെട്ടു പോയ ഒരു കൃതിയാണ് അല്ലേ. നോക്കാം ആരൊക്കെയാണ് ആ സാഹിത്യകാരന്മാർ. ഓപ്ഷൻ എ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ബി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, സി പി കുഞ്ഞിരാമൻ നായർ, ഡി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആരാണ് ഈ ഒരു സൂചനകളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താവുന്ന സാഹിത്യകാരൻ? തീർച്ചയായും കാവിലെ പാട്ട് എഴുതിയ, കുറ്റിപ്പുറത്ത് ജനിച്ച ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ച ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അരങ്ങുണരുന്നു എന്ന പാഠഭാഗത്ത് മുൻവാതിൽ വെറുതെ ചാരിയേക്കും എന്ന കാഴ്ചപ്പാടിന്റെ സവിശേഷത എന്താണ്? ഓക്കെ, മുൻവാതിൽ വെറുതെ ചാരിയേക്കും. ഓപ്ഷൻ എ വാതിൽ ചാരി നിൽക്കുക, ബി പൂട്ടാതെ പോവുക, സി ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിലെ പരസ്പര വിശ്വാസം, ഡി വാതിൽ കുറച്ച് അടയ്ക്കും. ഓക്കെ, ആ ഒരു കാഴ്ചപ്പാടിന്റെ സവിശേഷത എന്താണ് എന്നാണ് ചോദ്യം. എന്താണ്? തീർച്ചയായും ആ ഗ്രാമത്തിലെ
ജനങ്ങൾക്കിടയിലെ പരസ്പര വിശ്വാസമാണ് ഈ ഒരു മുൻവാതിൽ വെറുതെ ചാരിയേക്കും എന്നുള്ളതിനുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് അല്ലേ. ആ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് ഇത്തരം ഒരു കാര്യം അവിടെ നൽകിയിട്ടുള്ളത്. അവിടെ ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസം എന്നൊരു കാര്യമുണ്ട്. ഓക്കെ, ദെൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ അക്ഷരമാല ക്രമത്തിൽ എഴുതിയിരിക്കുന്നത് ഏത്? ഓക്കെ, കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, ബി, സി, ഡി ശ്രദ്ധിക്കുക. 1 മോദം, മോദകം, മോന്തായം, മോന്തുക. ബി മൂത്താശാരി, മുതിര, മൂപ്പൻ, മൂല. സി ഭാർഗവൻ, ഭാര്യ, ഭാവരൂപം, ഭാരതി. ഡി ഫലിതം, ഫലപ്രാപ്തി, ഫയൽവാൻ ആൻഡ് ഫണം. ഇതിൽ ഏതാണ് അക്ഷരമാലാക്രമത്തിൽ എഴുതിയിരിക്കുന്ന ക്രമം? തീർച്ചയായും നോക്കുക. ഫസ്റ്റത്തെ നോക്കുക, മോദം അല്ലേ, മോദം. ദെൻ മോദകം, താ ധ അല്ലേ, മോദകം. ദെൻ മോന്തായം, മോന്തുക. ഓക്കെ, ഇതാണ് ശരിയായ ക്രമം. മറ്റുള്ളവ നോക്കുക. മൂത്താശാരി, മുതിര, മൂപ്പൻ, മൂല. ഭാർഗവൻ, ഭാര്യ, ഭാവരൂപം, ഭാരതി. ഡി ഫലിതം, ഫലപ്രാപ്തി, ഫയൽവാൻ, ഫണം. ഓക്കെ, ഇതിൽ ശരിയായ അക്ഷരമാലാക്രമത്തിലുള്ള ക്രമം ഓപ്ഷൻ എ ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, സപ്തസ്വരം എന്ന കവിത എഴുതിയതാരാണ്? സപ്തസ്വരം. ഓക്കെ, നോക്കാം. ഓപ്ഷൻ എ ജി കുമാരപിള്ള, ബി ജി ശങ്കരക്കുറുപ്പ്, സി ജി ശങ്കരപിള്ള ആൻഡ് ഡി ഇടശ്ശേരി. ഇതിൽ സപ്തസ്വരം എന്ന കവിത എഴുതിയതാരാണ്? നോക്കാം നമുക്ക് ഉത്തരം ഇതാണ്. ഓപ്ഷൻ എ ജി കുമാരപിള്ള അല്ലെ. ജി കുമാരപിള്ളയുടെ കുറെ കൃതികൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് പഠിച്ചു പോകുന്നുണ്ട് അല്ലെ, നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചു പോകുന്നുണ്ട്. സപ്തസ്വരം എന്ന ആ ഒരു കവിത എഴുതിയത് ജി കുമാരപിള്ളയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു പോയി. ഇതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. ഓക്കെ, ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി കൃത്യമായി പഠിച്ചു പോവുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.